ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമില്ല. താനെന്താടോ എന്നെ യാത്ര അയക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്? നല്ല സുഖമില്ല, വല്ലാത്ത തലവേദന. പിന്നെ മോളും മരുവനൊക്കെ ഉണ്ടല്ലോ കൂടെ. അണ്ണൻ സന്തോഷമായിട്ട് പോയി വരണം. ഇനി എന്നാടോ തന്നെ ഒന്ന് കാണുക? അണ്ണൻ എന്നെ കാണണം തോന്നുമ്പോ വിളിച്ചാൽ മതി. അപ്പ ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരി, തന്നോട് ഞാൻ യാത്ര പറയുന്നില്ല. ഓക്കെ, വരട്ടെ സുഭദ്രേ. ഞാൻ പോവുകയാണ്. തടയാൻ എനിക്ക് കഴിയില്ലല്ലോ വിഷ്ണു. നല്ലത് വരട്ടെ എന്ന് പറയാൻ പോലും അതിനിവിടെ നിന്ന് എന്നെ തളർത്തരുത്, എന്നെ കരയിക്കരുത്. ഇപ്പോൾ പോയിട്ട് വരട്ടെ എന്നോ ഇനിയും കാണാമെന്നോ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പോകുന്നു. വരട്ടെ തമ്പ്ര. മോനെ, ഞാൻ പോവാണ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സോടെ. വിഷ്ണു, നിന്നെ കിട്ടിയ എന്റെ മോളും ഞാനും ഭാഗ്യം ചെയ്തവരാ. ഇന്നുവരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എനിക്കൊരു മോഹമുണ്ട്, പറഞ്ഞോട്ടെ? പറയൂ. നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം രാമേന്ദ്രൻ. മോളായ ഭവാനി എന്ന് വിളിക്കണം. ഇവിടെ അമ്മയുടെ പേരാ. എന്റെ അവശേഷിച്ച ഒരേ ഒരു മോഹം. വരട്ടെ വരട്ടെ മോനെ. ഗുഡ് ബൈ. കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോനെ, അല്ല നിന്റെ മോനെ നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് എന്നും നിന്നെ കാണും. വിഷ്ണു, സമയായി, ഞാൻ പോട്ടെ. നാളെ വെളുക്കും വരെ ഓർമ്മിക്കാൻ കുറെ മനോഹരമായ ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടി, നന്ദി. ഫോർമാലിറ്റിയാണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്കും. വിഷ്ണു,